ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നല്ല ചായ കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇക്കാടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നൈറ്റിൽ വന്നതാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ പോകും. നമ്മൾ കാലത്ത് ചായ എല്ലാം കുടിച്ചു അങ്ങനെ ക്ലാസ്സെല്ലാം കൊണ്ടുവച്ചു കേട്ടോ. ഇന്ന് ചെറിയ തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് അളിയനും കൂടി സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മക്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. മദ്രസയിൽ പോണതിന് മുന്നേ അവർ ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അന്ന് പൊറോട്ട ഉണ്ടായിരുന്നത്. അങ്ങനെ അളിയൻ ഫുഡ് കഴിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് മക്കളെ മദ്രസയിലാക്കി. പിന്നെ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളും എടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. എനിക്ക് ആദ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇപ്പോൾ തനിയെ ഇരിക്കണം. മക്കളൊക്കെ നേരത്തെ കഴിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ ചായയും കുടിച്ചു. പിന്നെ നമ്മളിതാ പുറത്തിറങ്ങിയിട്ടോ. മക്കളൊന്നും കൂട്ടാതെ കേട്ടോ പോണത്. മക്കൾ നല്ല കളിയിലാണ്. അപ്പോൾ വിചാരിച്ചു നമ്മൾ വേഗം പോയിട്ട് വരാം, മക്കളവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പോണത് പട്ടാമ്പിക്കാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ സംഭവങ്ങളുണ്ട്, ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ടാമ്പി പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാലം കയറുമ്പോൾ എടുത്ത കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ചെറുതുരുത്തി പാലം വഴി പോകുമ്പോൾ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടത്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ റോഡിന് കയറിയിട്ട് അങ്ങനെ കല്യാൺ സിൽക്സ്, മാക്സ്, ട്രെൻഡ്സ് എല്ലാ ഷോപ്പിൻ്റെ ഏറ്റവും മുമ്പിൽ പോയി നമ്മൾ ബൈക്ക് നിർത്തിയിട്ടോ. പിന്നെ കയറിയത് കല്യാണിലാണ് കേട്ടോ. ചെറിയ ചുരിദാർ എടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ചുരിദാർ എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറിയിട്ടോ. അപ്പോൾ അത്യാവശ്യം ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് സാധാരണ ഡ്രസ്സല്ല, ചെറിയൊരു വർക്ക് ഡ്രസ്സാണ് വേണ്ടത്. പക്ഷെ എനിക്കിഷ്ടമായപ്പോൾ അത് ഒരു സാധാ ഡ്രസ്സിനും എന്താ പറയുക വർക്ക് ഡ്രസ്സും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ചുരിദാറും ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്ത് അതെടുത്തു കേട്ടോ. പിന്നെ ബില്ലാക്കാൻ നിന്നു. അതിൻ്റെ ഇടയിൽ അവർ നമ്മളടുത്ത് ചോദിക്കുകയോ ചെയ്ത് എവിടുന്ന വരുന്നത് എങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരപ്പോഴത്തെ അങ്ങനെ അവർ നമ്മുടെ ഫോണും വാങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെയോ അവർ ഫോണിൽ എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അവർക്ക് വേണ്ടിയിട്ട് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ സ്റ്റാഫുകളല്ല പാവങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു, അവരെല്ലാം ചെയ്തു. അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. മക്കളെ വീട്ടിലാക്കി വന്നുകൊണ്ട് തന്നെ വന്ന വഴി തിരിച്ച് സ്പീഡിൽ അതേ സ്പീഡിൽ പോകണം കേട്ടോ. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽസ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവം ഞാൻ എടുത്തു കേട്ടോ. കാരണം ക്രിസ്മസിന് മുമ്പായിട്ട് 25-ാം തീയതി ക്രിസ്മസ് ആണെങ്കിലും മുമ്പ് തന്നെ ഡിസംബർ 1 ആകുമ്പോൾ തന്നെ ഇവിടെ ഡെക്കറേഷനൊക്കെ അടിപൊളിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു കേട്ടോ. ഈ വർഷത്തെ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഒരു എന്താ പറയുക സാന്റാക്ലോസിൻ്റെ ഒരു ഹോമാണെന്നോ എന്താണെന്നറിയില്ല, എന്തൊക്കെയാണ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ പകർത്തിയിട്ടുണ്ട്. കണ്ടില്ല, ഒരുപാട് അവരുടെ ഓരോ ആളുകളും ഇരിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. കൂടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. ബൈ, അസ്സലാമു അലൈക്കും.